ഞങ്ങള് 40 വട്ടം വിളിച്ചു കൂവി തൊണ്ട പൊട്ടിച്ചിട്ട് പറഞ്ഞില്ലേ അവരെ വിശ്വസിക്കരുത് എന്ന്. അവർ മരമണ്ടന്മാരാണ്, ഒപ്പം രാഷ്ട്രീയ വോട്ട് ബാങ്കുകളുടെ വക്താക്കളാണ് എന്ന് ഞങ്ങൾ വിളിച്ചുകൂവി പറഞ്ഞപ്പോൾ ചില കൃമികടിയുള്ള നരഭോജികളായിട്ടുള്ള ചില സംഘമിത്രങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു ഖാദർ കരിപ്പൊടി ജിഹാദിയാണ് എന്ന്, ഖാദർ കരിപ്പൊടി കമ്മിയാണ് എന്ന്, ഖാദർ കരിപ്പൊടി കൊങ്ങിയാണ് എന്ന്, ഖാദർ കരിപ്പൊടി സുഡാപ്പിയും ലീഗുകാരനുമാണ് എന്ന് അവർ വിളിച്ചുകൂവി പറഞ്ഞപ്പോൾ ഒരു കാര്യം മാത്രം അവർ പറഞ്ഞില്ല, ഖാദർ കരിപ്പൊടി സംഘിയാണ് എന്ന്. അത് തന്നെയാണ് ദാ ഈ കാലം ഇത്രയോളം ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം. ഒരു കാരണവശാലും ഞങ്ങളെ നിങ്ങൾ സംഘികളെന്ന് മാത്രം വിളിക്കരുത്. കാരണം അതിനേക്കാൾ വലിയ നാണക്കേട് ഈ ലോകത്ത് മറ്റൊന്നില്ല എന്ന് ചിന്തിക്കുന്ന ആത്മബോധമുള്ള ആളുകളാണ് പബ്ലിക് കേരളക്കകത്തുള്ളത്. അതിനാൽ തന്നെ കൊങ്ങി എന്ന് വിളിച്ചോ, കമ്മി എന്ന് വിളിച്ചോ, സുഡാപ്പി എന്ന് വിളിച്ചോ, ലീഗുകാരൻ എന്ന് വിളിച്ചോ, പക്ഷേ സംഘി എന്ന് വിളിക്കരുത്. അങ്ങനെ ആരെങ്കിലും ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൊല്ലുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം അത്രത്തോളം അതമ്പതിച്ച ഒരു വർഗമാണ് ഈ സംഘപരിവാർ എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. കാരണം എന്തൊരു ക്രൂരതയാണ് അവർ പൊതുജനത്തിന് മുന്നിൽ അഴിച്ചുവിട്ടിട്ടുള്ളത്. അമിത്ഷാ മിണ്ടിയോ, നരേന്ദ്രമോദി മിണ്ടിയോ, കേന്ദ്ര ആരോഗ്യമന്ത്രി മിണ്ടിയോ, ഒരാള് പോലും ഒരക്ഷരം ശബ്ദിച്ചോ? കൊറോണക്കെതിരെ ബാബിജി പപ്പടം കൊണ്ടുവന്ന കേന്ദ്രമന്ത്രിക്കെതിരെ നിങ്ങൾ 4 അക്ഷരം സംസാരിക്കാൻ തയ്യാറായോ? അങ്ങനെ ബാബിജി പപ്പടം കൊണ്ടുവന്ന് അയാൾ വിളിച്ചുകൂവി പറഞ്ഞു, അതായത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മോഗ്വാൾ വിളിച്ചു പറഞ്ഞു ബാബിജി പപ്പടം കഴിച്ചോളൂ, നിങ്ങളുടെ കൊറോണയൊക്കെ മാറിക്കോളുമെന്ന്. ഞാനത് സ്ഥിരം കഴിക്കുന്ന ആളാണ്, എനിക്ക് കൊറോണ വരാത്തതിന്റെ കാരണവും അത് തന്നെയാണ്. ദാ ഇന്ന് റിസൾട്ട് വന്നു. അങ്ങനെ വിളിച്ചുകൂവി പറഞ്ഞ കേന്ദ്രമന്ത്രി അർജുൻ റാം മോഗ്വാളിന് പോസിറ്റീവാണ്. ഞങ്ങൾ പറഞ്ഞതല്ല, അർജുൻ റാം മോഗ്വാൾ തന്നെ ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും വന്ന് പറഞ്ഞു എനിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്ന്. ഇയാളല്ലേ പറഞ്ഞത് ബാബിജി പപ്പടം കഴിച്ചു കഴിഞ്ഞാൽ കൊറോണ പോകുമെന്ന്? പിന്നെ എങ്ങനെയാണോ മരമണ്ടന്മാരെ ഇയാൾക്ക് കൊറോണ വന്നത്? ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കൂ, വിശ്വസിക്കൂ. അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കൂ. ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ കൊറോണ മാറുമെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ കൊറോണ വന്ന് നരകിച്ചു കൊണ്ടിരിക്കുകയാണ്. ചാണക കേക്ക് കഴിച്ചാൽ കൊറോണയെ തുരത്തി ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ നരകിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ പശുവിന്റെ ഗുണങ്ങളെ കുറിച്ച് ഈ നാട് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് പശുവിന്റെ പേരിൽ ആക്രമണം അഴിച്ചുവിടാൻ പാവങ്ങളായിട്ടുള്ള മനുഷ്യന്മാരെ പ്രേരിപ്പിച്ച് അവരെ ഒരു ആയുധമാക്കി മാറ്റിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ട് പലരെയും കൊന്നു തള്ളിയിട്ട് അവസാനം അധികാര കസേരയിൽ ഇരുന്നതിന് ശേഷം വീണ്ടും അവർ പറയുന്നു നിങ്ങൾ ഗോമൂത്രം കുടിക്കൂ, നിങ്ങൾ ചാണക കേക്ക് കഴിക്കൂ, നിങ്ങൾ ബാബിജി പപ്പടം കഴിക്കൂ എന്ന് പറയുമ്പോൾ അതും വിശ്വസിച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്തു പോകുന്ന എൻ്റെ ബുദ്ധിയും വിവരവും ഇല്ലാതെ പോയിട്ടുള്ള സംഘമിത്രങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ബോധോദയമുണ്ട് എങ്കിൽ ഞാൻ വിളിച്ചുകൂവി പറയുന്നു, വിശ്വസിക്കരുത് ദയവ് ചെയ്തിട്ട്. പെട്ടുപോയിട്ടുള്ളവരുണ്ടാകാം. നിങ്ങൾ ഉദാഹരണത്തിനായിട്ട് അർജുൻ റാം മോഗ്വാളിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖം പരിശോധിക്കൂ. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ബാബിജി പപ്പടം കഴിക്കൂ, കൊറോണ ശരിയാകുമെന്ന്. അങ്ങനെ പറഞ്ഞ ബാബിജി പപ്പടം കഴിച്ചാൽ കൊറോണ പോകുമെന്ന് പറഞ്ഞ അർജുൻ റാം മോഗ്വാളിന് പിന്നെ എങ്ങനെ കോവിഡ് വന്നു? ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരു പ്രത്യേക സംസ്കാരത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങളെ മനോനില തെറ്റിച്ചിട്ട് വർഗീയവൽക്കരിക്കുകയും ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ദളിതരെയും വേട്ടയാടാൻ വേണ്ടിയിട്ട് ആയുധമാക്കി വെക്കുന്ന ഒരു തരം ആയുധ കച്ചവടമാണ്, മനുഷ്യായുധ കച്ചവടമാണ് ഈ നരഭോജികൾ നടത്തുന്നുള്ളത്. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇവിടെയാണ് നിങ്ങൾ വിവേകം ഉപയോഗിക്കേണ്ടത്. സംഘപരിവാറിന്റെ പേക്കൂത്തുകൾക്ക് മുന്നിൽ അടിയറവ് പറയാതെ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒറ്റൊരുത്തൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പറയണം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി, ഈ നാടിന് നന്മ പറഞ്ഞു കൊടുക്കേണ്ടവൻ,
ഈ നാടിന് നല്ലത് മാത്രം ആശംസിക്കേണ്ടവൻ, ഈ നാടിന്റെ പ്രശ്നങ്ങളിൽ, ആരോഗ്യ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ട് വ്യാജ സിദ്ധന്മാരെ പിടിച്ചു കെട്ടിയിട്ട് അകത്തിടേണ്ട ഒരക്ഷരം ഈ കേന്ദ്രമന്ത്രിക്കെതിരെ ശബ്ദിച്ചോ? ഗോമൂത്രം കച്ചവടം ചെയ്തിട്ട് കോടികൾ സമ്പാദിച്ചവർക്കെതിരെ ശബ്ദിച്ചോ? ഗോമൂത്രത്തിന്റെ പേരിൽ വലിയ കോർപ്പറേറ്റ് മേധാവികളുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് തന്റെ ഗോമൂത്ര കച്ചവടം വലിയ രീതിയിൽ വ്യാപിപ്പിച്ച് ഇന്ന് കോടികൾ കൊയ്തൊടുക്കുന്നവർക്കെതിരെ ഒരു തരത്തിലുള്ള ശബ്ദമുയർത്താൻ ഇവരെ കൊണ്ട് സാധിച്ചോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുക, പൊതുജനങ്ങളെ നിങ്ങൾ അറിയുക, രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് ഇവരെ കുറിച്ചറിയാം. അല്ലാത്തവരോടാണ് പറയുന്നത്. ഈ ബാബിജി പപ്പടവും അതുപോലെ തന്നെ ഈ ഗോമൂത്രവും അതുപോലെ തന്നെ ചാണക കേക്കുമൊക്കെ കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യനില അങ്ങ് അവസാനമായേക്കും. കാരണം ഇവരെ വിശ്വസിക്കരുത്. നിങ്ങൾ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് വിശ്വസിക്കുക, ഡോക്ടർമാർ പറയുന്നത് വിശ്വസിക്കുക, നല്ലവരായിട്ടുള്ള ജനപ്രതിനിധികൾ പറയുന്നത് വിശ്വസിക്കുക. ഇവരെ വിശ്വസിക്കരുത്. ഇവരെ വിശ്വസിച്ചാൽ ബാബിജി പപ്പടം കഴിക്കൂ എന്ന് നിങ്ങളോട് പറഞ്ഞ അർജുൻ റാം മോഗ്വാളിന്റെ വിധിയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.